അന്തരിച്ച നടൻ തിലകൻ ഇന്നും സിനിമാ ലോകത്ത് ചർച്ചയാകാറുണ്ട്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന തിലകൻ അഭിനയ മികവ് കൊണ്ട് ഏവരുടെയും പ്രശംസ നേടി. പെരുന്തച്ചൻ, കിരീടം, മൂന്നാം പക്കം തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച തിലകൻ കരിയറിൽ തിളങ്ങുമ്പോഴും സിനിമാ ലോകത്ത് വിവാദങ്ങളിൽ അകപ്പെട്ട് സെറ്റുകളിൽ പ്രശ്നക്കാരനായിരുന്നെന്നും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തിലകനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നടി കവിയൂർ പൊന്നമ്മ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭാര്യയും ഭർത്താവുമായി നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്തെ അനുഭവങ്ങളാണ് സഫാരി TV-യിൽ കവിയൂർ പൊന്നമ്മ പങ്കുവച്ചത്. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഭർത്താവായി അഭിനയിച്ചത് തിലകൻ ചേട്ടനാണ്. കാട്ടുകുതിര എന്ന സിനിമയിൽ ഭാഷ ശൈലി വേറെയാണ്. എനിക്കത് പറയാനും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പുള്ളിയുടെ ഭാര്യയായി ചേരുന്നില്ല എനിക്കൊരു തോന്നൽ. പുള്ളി കറുത്തും ഞാൻ വെളുത്തുമിരിക്കുന്നു. വിശ്വംഭരനോട് എന്തിനാണ് എന്നെ വിളിച്ചത്, മാച്ച് ആകുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഭാഷ ഇങ്ങോട്ട് പറഞ്ഞ് അഭിനയിക്കൂ എന്ന വിശ്വംഭരൻ. അഭിനയിക്കാം, എൻ്റെ ജോലിയല്ലേ എന്ന് തമാശയായി പറഞ്ഞു. അങ്ങനെ അഭിനയിച്ച സിനിമയാണ് കാട്ടുകുതിര. തിലകൻ ചേട്ടൻ ആ ശൈലിയിൽ കൃത്യമായിരുന്നു. എൻ്റേതത്ര ശരിയായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് തിലകൻ ചേട്ടൻ എൻ്റെ മകനായി അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ചെറിയ ഉടക്കുണ്ടായി. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞായിരിക്കും തുടങ്ങുക. ആൾക്ക് ഭയങ്കര മുനിശുണ്ടിയാണല്ലോ. വയസ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഉടക്ക്. എൻ്റെ അടുത്ത് തല്ലുണ്ടാക്കണമെന്ന മൂഡിലായിരുന്നു. ഇത് കഴിഞ്ഞാണ് കിരീടത്തിൻ്റെ സെറ്റിലെത്തുന്നത്. ലാൽ അവിടെ ഇഡലി കുഴച്ച് വായിൽ തിന്നുകയാണ്. ഞാൻ ചെന്നപ്പോൾ എനിക്കും ഇത്തിരി വായിൽ വെച്ച് തന്നു. ഇദ്ദേഹം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി, ഒരു കള്ളച്ചിരി. ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ നീട്ടിക്കൊണ്ട് അടുത്ത് വന്നു. കൈക്ക് ഒറ്റയടി ഞാൻ കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായി. പുള്ളി അഭിനയിച്ചാലേ എനിക്ക് ശരിയാവൂ, ഞാൻ അഭിനയിച്ചാലേ പുള്ളിക്ക് ശരിയാവൂ എന്ന രീതിയായി. തിലകൻ ചേട്ടൻ ആരോഗ്യം കുറച്ചുകൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരുന്നേനെ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് 10 മാസമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് 2ാമത്തെ മാസമാണ് സന്താനഗോപാലം എന്ന പടത്തിൽ അഭിനയിക്കുന്നത്. ഫ്ലാസ്കിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സ്റ്റീൽ ടംബ്ലറിൽ എടുത്ത് ഒറ്റയടിക്ക് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ സാധനമാണെന്ന് മനസ്സിലായി. ചോദിച്ചപ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ ശകലം കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് തിലകൻ ചേട്ടൻ. വേഗം പോകാനുള്ള പരിപാടി ആയിരിക്കുമെന്ന് ഞാൻ. അങ്ങനെയൊന്നും പോകില്ലടോ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് എല്ലാ സെറ്റിലും മൂക്കുമുട്ട കൊടിയായി കവിയൂർ പൊന്നമ്മ ഓർത്തു.